വളർന്നിട്ടുമുണ്ട്. നീ ഇങ്ങനെ വിഷമം കാണിച്ചാ ഇവിടെ ഉള്ളവരുടെ സ്ഥിതി എന്താ? ഒന്ന് വേഗം നടക്കണ്ടേ ചായ. ഓ, എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ ആവോ. എന്റെ കുഞ്ഞിനെ കാത്തോളണേ. കൊച്ചൂട്ടാ, എന്റെ മോക്കിപ്പോ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് മറിയേക്ക്? കെട്ടമൈദിന് ഇന്നും വന്നു. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. മറിയേക്ക് വൈദ്യരൊന്നും പറയാതെ അങ്ങ് പോയി. കൊച്ചൂട്ടാ, സമാധാനപ്പെട്, ഒന്നും സംഭവിക്കില്ല. എന്റെ കുഞ്ഞിനെ നോക്കിക്കോണം. എനിക്കിനി അധികം നാളില്ല. അങ്ങനെയൊന്നും പറയില്ലേ മോളെ. എന്റെ കുഞ്ഞ്, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ മോളെ. പരിത്രാണകനാം ഈശോ പോരുക, മമ മാനസപ്പൂവാടി പോരുക, ദിവ്യ സ്നേഹാഗ്നി വീശി എന്നിൽ വാഴുക, സുരദീപ്തി ചിന്തിയെന്നും മുൾമൂടി ചൂടി പൊൻകുരിശേന്തി കാൽവരിയേറിയ നാഥാ, നിൻ മേനി പിളർന്നു ചോരയൊഴുകി നരരക്ഷ നേടിയ കഥയോർത്ത് സുരപീയൂഷമെന്നുമേനി കേകുക, നവജീവിതത്തിൻ പാത നീ കാട്ടുക, ദിവ്യ സ്നേഹാഗ്നി വീശി എന്നിൽ വാഴുക, ശുഭദീപ്തി ചിന്തി എന്നും വാഴുക. ഇതാണ് കുടമാളൂർ പള്ളി. അതിപുരാതനമായ കുടമാളൂർ പള്ളിയിലാണ് അൽഫോൻസാമ്മയെ മാമോദീസ മുക്കിയത്. നൂറുകണക്കിന് തീർത്ഥാടകരും ടൂറിസ്റ്റുകളും ഇന്ത്യയിലെ ആദ്യത്തെ വിശുദ്ധയുടെ ജ്ഞാനസ്നാനത്തൊട്ടിൽ സന്ദർശിച്ച് മാധ്യസ്ഥമപേക്ഷിക്കുന്നു. മോളെ, മരുന്ന് കൂടി മോളെ. മോളെ, എന്നെ പൊന്നു മോളെ, ഒന്ന് കണ്ണു തുറക്കു മോളെ. കൊച്ചൂട്ടാ, എന്റെ മോൾ അനങ്ങുന്നില്ല. അയ്യോ അന്നമ്മേ, അന്നമ്മേ. കൊച്ചൂട്ടാ, താനും കൂടി ഇങ്ങനെയായാലും എങ്ങനെയാണ്? സമാധാനപ്പെടും, സമാധാനപ്പെടാം. മുട്ടത്തുപാടത്തു വീട്ടിൽ
ശോകാന്തരീക്ഷം തളം കെട്ടി. അപ്രതീക്ഷിതമായ മറിയയുടെ മരണവും അനാഥമാക്കപ്പെട്ട കുഞ്ഞും ഏവരെയും വിഷമത്തിലാക്കി. കൊച്ചുകൂട്ട, നിന്റെ അഭിപ്രായം അറിയേണ്ടത്. കൊച്ചോട്ടനൊരു അഭിപ്രായം പറയാനുള്ള മാനസിക നിലയിലല്ല. എങ്ങനെ ഈ അവസ്ഥയിൽ നീ വീട് കരകയറും, അതാ ചിന്തിക്കേണ്ടത്. എങ്ങനെ ഈ പൊടിക്കുഞ്ഞിനെ വളർത്തും? അമ്മയ്ക്കാണേ പ്രായമായി. 2 പെൺകുട്ടികളുടെ കാര്യം നോക്കണം. 7ാം മാസത്തിൽ ജനിച്ച കുട്ടി. ഒരുപാട് ശാരീരിക പീഡകൾ ഉണ്ടാകും. അതുകൊണ്ടാ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞത്. കുഞ്ഞാവെ കൊടുത്തുവിടല്ലോ വല്യമ്മച്ചി. കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. കുഞ്ഞിനെ നോക്കുന്നതല്ല മോളെ പ്രശ്നം. കൊച്ചുകൂട്ടനാകെ പ്രയാസം ആവത്തില്ലയോ? വല്യമ്മ ശരിക്കും ചിന്തിച്ചിട്ടാണോ ഈ പറയുന്നത്? എനിക്കുണ്ട് മുല കുടിക്കുന്ന ഒന്ന്. ഇതിനെ കൂടെ നോക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട് എനിക്ക്. കുഞ്ഞിനെ നോക്കിക്കോളണേന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ടാ അവള് പോയത്. എന്റെ കുഞ്ഞ് ഹൃദയം തകർന്നാ മരിച്ചത്. കൊച്ചുകൂട്ട, ഒരു തീരുമാനത്തിലെത്ത്. അല്ലാതെ അന്നമ്മേ, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഞാൻ ഇടയ്ക്ക് പോയി കുഞ്ഞിനെ കൊണ്ടുവന്ന് അമ്മയും കുഞ്ഞുങ്ങളെയും കാണിക്കാം. എങ്കിൽ നേരം പോകുന്നതിന് മുമ്പ് ഇറങ്ങാം. കുഞ്ഞാവേ കാലൊന്ന് നീട്ടും മോളെ. എങ്ങനെയുണ്ട്? തങ്കക്കൂടത്തിന് പൊട്ടെന്തിനാ? ഗോപാലൻ തട്ടാനെ, ഞാൻ പറഞ്ഞ പൊന്നുണ്ടല്ലോ അല്ലേ? പണപട ഞാൻ കുറച്ചിട്ടില്ല. ഇത് എന്നതാ കൊച്ചമ്മേ, കുഞ്ഞിനെ കെട്ടിക്കാൻ പോവാണോ? അതേടാ, കെട്ടിക്കും. എന്റെ കൊച്ചു നോക്കി നിൽക്കുമ്പോ അങ്ങോട്ട് വളരും. അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇവിടെ ഒരു കുഞ്ഞുണ്ടല്ലോ, അതിനൊന്നും ഇല്ലേ? എടാ, അത് ആൺകുട്ടിയാ. അവൻ ആവശ്യത്തിനുള്ള സ്വത്ത് ഇവിടെ ഉണ്ട്. പിന്നെ പോരാത്തത് പഠിച്ച് ജോലി ചെയ്തവൻ ഉണ്ടാക്കിക്കോട്ടെ. എന്റെ പൊന്നുമണി വേറൊരുത്തന്റെ കൂടെ ജീവിക്കേണ്ടതാ. തള്ളയില്ലാത്ത കുഞ്ഞാ. ഗോപാലൻ തട്ടാൻ അറിയുവോ? ഇവളുടെ അമ്മ, എന്റെ അനുജത്തി, എന്റെ കുഞ്ഞിനെ നോക്കിക്കോളണേന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചാ കണ്ണടച്ചത്. പാവം. എന്റെ പൊന്നിനെ ഞാനൊരു രാജകുമാരിയാക്കി രാജാവിനെ കൊണ്ട് കെട്ടിക്കും. തട്ടാൻ മേലോട്ട് വാ, നമുക്ക് കണക്ക് തീർത്തേക്കാം. മുരിക്കെ തറവാട്ടിലെ രാജകുമാരി. കണ്ടോടാ കണ്ടോടാ കുഞ്ഞാപ്പി, അവള് ചിരിക്കുന്നു. അവക്കെല്ലാം മനസ്സിലായി. ദേ പെണ്ണെ, അധികം പൊങ്ങല് കേട്ടോടി. ഒരു പെണ്ണാണെന്ന ചിന്തയോടുകൂടി അടങ്ങി ഒതുങ്ങി വളർന്നോണം. അല്ലേ എന്റെ വിധം മാറും. രാജകുമാരിയാണെന്നൊന്നും ഞാൻ വിചാരിക്കല്ല. കൊച്ചിനെല്ലാം മനസ്സിലായെന്നാ തോന്നണേ. കരയല്ലേ, പേരമത്തി സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. അരഞ്ഞാണത്തിന് ഒരു പിടി കൂടെ കൂട്ടിക്കണം. ആയിക്കോട്ടെ. മോളെ ചക്കരക്കുട്ടി, തരാൻ കേട്ടോ. അന്നക്കുട്ടിയെ കാണുവാൻ അപ്പൻ കൂടെ കൂടെ വരികയും മുട്ടുചിറയിൽ നിന്ന് കുടമാളൂർക്കും തിരിച്ചും കൂടെ കൂടെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്തിരുന്നു. അന്ന് ബസ് സൗകര്യം വളരെ കുറവായതിനാൽ നടന്നും വള്ളത്തിലുമാണ് യാത്ര. മകളോടുള്ള സ്നേഹത്താലും വല്യമ്മയ്ക്കും മൂത്ത കുട്ടികൾക്കും സന്തോഷമാകട്ടെ എന്ന് കരുതിയും കിലോമീറ്ററുകൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നടക്കുവാൻ അൽഫോൻസാമ്മയുടെ അപ്പന് ഒരു മടിയുമില്ലായിരുന്നു. അങ്ങനെ കുടമാളൂരും മുട്ടുചിറയിലുമായി അന്നക്കുട്ടി വളർന്നു. വല്യമ്മയുടെയും ചേച്ചിമാരുടെയും സ്നേഹലാളനങ്ങൾ ഏറ്റുവാങ്ങി അന്നക്കുട്ടി ജീവിച്ചു.